ഹലോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റുവട്ടത്തും നിറയെ മരങ്ങളിലൊക്കെ മാങ്ങ, ചക്ക, അങ്ങനത്തെ പഴങ്ങളും നെല്ലിക്ക അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. ഞങ്ങൾ വീട്ടിൽ അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. തൊടിയിലൊക്കെ അങ്ങനെ നിറയെ ഇരുമ്പിപ്പുളിയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം മക്കൾ അത് പറിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാനും പോയത് അവരെ കൂടെ. കഴിച്ചത് നല്ല പുളിയാണ് കേട്ടോ. അത് വെച്ചിട്ട് ഞങ്ങൾ ഉപ്പിലിട്ട് വെക്കലുണ്ട്, അച്ചാറുണ്ടാക്കും, നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതന്നെ പച്ചക്കറിയായിട്ട് ഇതന്നെ പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ ഞാനത് എല്ലാം പറിച്ച് എടുത്തു. പക്ഷേ ഇത് ആവുന്നേ ഉള്ളൂ, ചെറുതാണ്. നല്ല പഴുത്തത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നമുക്ക് വേഗം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ അത് ഞാൻ എന്നിട്ട് ഇത് പച്ചയായതുകൊണ്ട് ഞാൻ മിക്സിയിലോ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നമ്മളെ വിളക്ക്, കിണ്ടി, അങ്ങനത്തെ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ഇട്ടിട്ട് നല്ലോണം ഇതേപോലെ നല്ലോണം ഉരച്ചിട്ട് കഴുകി കൊടുക്കുക. നല്ല വൃത്തിയാവും, നല്ല തിളങ്ങി നല്ല ഇതായിട്ട് കിട്ടും നമുക്ക്. മറ്റേത് നമുക്ക് വേഗം ഇത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്കും കിണ്ടിയും ഒക്കെ നമുക്ക് വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മറ്റേ പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും അത് നമുക്ക് ഇത് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞപ്പം എന്തൊരു നല്ല വൃത്തിയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, എല്ലാ ഇതായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല കളറിൽ കിട്ടി വിളക്കൊക്കെ. ഇതൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ കളഞ്ഞിതാക്കി കളയുന്ന പഴങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്ത് നോക്കുള്ളൂ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.